ഹായ്, ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഇത് എല്ലാം തീരാനായിട്ടോ പഠിച്ചിട്ട്. ഇതിൽ മാത്സിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം തീരാനായിട്ട്. പിന്നെ ശാസ്ത്ര സാങ്കേതികം ആ ഭാഗവും കുറച്ച് നോക്കാനുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആണിത്, അല്ലാതെ ബുക്ക് വാങ്ങിയിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടുള്ള ആ ഒരു റിവ്യൂ അല്ല. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി വാങ്ങേണ്ടവർക്കും വാങ്ങാം. മെയിൻസ് എക്സാമൊക്കെ ഇനിയും ടൈമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാനിതിൽ പറയാൻ പോണത്. അപ്പോൾ ഈ ബുക്ക് വാങ്ങാൻ ആദ്യം തന്നെ ഉണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വോളിയേ ഉള്ളൂ ഈ ബുക്ക് എന്നുള്ളതാണ് കേട്ടോ. അതാണ് എന്നെ ആദ്യം ആകർഷിച്ചത് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ടാലൻറ്റ് പബ്ലിക്കേഷൻസിൻ്റെയും ആണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ടാലൻറ്റിൻ്റെ എല്ലാ റാങ്ക് ഫയൽസ് ആണെങ്കിലും PYQ ബുക്സ് ആണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഫസ്റ്റ് ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റാങ്ക് ഫയൽ. ഒരൊറ്റ വോളിയേ ഉള്ളൂ. സാധാരണ LGSൻ്റെ ആണെങ്കിലും 2 വോളിയൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇത് ഒരൊറ്റ വോളിയേ ഉള്ളൂ. പിന്നെ അതിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ എഴുതിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ SCRT NCERT ഫാക്ട്സ് ഉണ്ട്, ന്യൂ SCRT ഫാക്ട്സ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. ഇനി ഞാൻ പഠിച്ചതിൻ്റെ ആ ഒരു അനുഭവത്തിൽ പറയാട്ടെ, എത്രത്തോളം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സിലബസും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നവർ അടയാളപ്പെടുത്തി പോണത് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ബുക്ക് ആണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് സിലബസ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ ഞാൻ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ LGSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പനി LGSനെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒന്നും. പിന്നെ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ഉടനെ നമുക്കൊരു ഇൻട്രസ്റ്റിൽ അടയാളപ്പെടുത്തിയത് കേട്ടോ ആദ്യത്തെ 3 എണ്ണമൊക്കെ. പിന്നെ ഞാൻ അതിൽ നിന്നിട്ടില്ല. പിന്നെ ഫുൾ എൻ്റെ കയ്യിലുള്ള സിലബസ് പ്രിൻ്റ് എടുത്തതിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എനിക്കിനി വളരെ കുറച്ച് ഭാഗ്യമുള്ളൂ കേട്ടോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞ നിലയിൽ എന്നാണ് ഞാനിത് റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഓരോ മെയിൻ ടോപ്പിക്കുകളും അതിന് താഴെ വരുന്ന ചെറിയ ടോപ്പിക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചരിത്രം, അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യം ഞാൻ മാർക്കർ, അതായത് ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക ചെയ്തത്. പിന്നെയൊക്കെ ഞാൻ പെന്ന് ഉപയോഗിച്ച് ഇങ്ങനെ അടിയിൽ വരയ്ക്കുകയൊക്കെ ചെയ്തത്. ഫസ്റ്റ് കിട്ടിയ ഒരു ഇൻട്രസ്റ്റിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിൽ എത്രത്തോളം ഉണ്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു 10th ലെവൽ റാങ്ക് ഫയലിലുള്ള അത്രയും ഡീറ്റെയിൽസ് ഇല്ല കേട്ടോ. LGSന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു LGS ലെവലിൽ നമ്മൾ എത്രത്തോളം പഠിക്കണം അത്രയേ ഉള്ളൂ. വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ കൂടെ SCRT കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ളൊരു റാങ്ക് ഫയലാട്ടോ. അപ്പം നല്ല റാങ്ക് ഫയലാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ കൊണ്ട് പഠിച്ച് തീരാൻ പറ്റും. ഇത് പഠിച്ച് തീർക്കും നമ്മൾ. ഞാനിതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ച് മാസം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 3 മാസത്തിൻ്റെ അടുത്ത് തന്നെ ആവുന്നുള്ളൂ. പക്ഷെ എൻ്റെ കഴിയാനായി. നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ ഇത് തീരും. പിന്നെ ഞാനിതിലധികം നോക്കാത്തത് മാത്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. മാത്സ് ഇത് നോക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും വീഡിയോ ക്ലാസ് കണ്ടു പഠിക്കുന്നതാണ് കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ്. പിന്നെ മാത്സിൽ തന്നെ ഇതിൽ SCRT ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാനും ഉണ്ട് കേട്ടോ. അതാണ് SCRT പാഠഭാഗങ്ങളിലൂടെ എന്ന് വെച്ചിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ എവിടെയും അതിന് വേണ്ടിയിട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ അതിൻ്റെ മാതൃകാ ചോദ്യങ്ങളുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന നിലയിൽ എല്ലാത്തരം ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡാണ്. അതേപോലെ പരിശീലന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻസും കിട്ടും. നമ്മുടെ പഠനം അതിലൂടെ മാത്സിൻ്റെ ആ ഏരിയയും കവറാവും. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് വലിച്ചു വാരി കൊടുത്തിട്ടില്ല. ഒരു LGS നിലവാരത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും തുടക്കക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റാങ്ക് ഫയലാട്ടോ. അതായത് ഇപ്പം നിങ്ങൾ കമ്പനി LGS ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ.
പ്ലസ് ഇതിൻ്റെ കൂടെ ഞാൻ ഈ കാണിക്കുന്ന SCERT ബുക്കുകൾ കൂടി പഠിച്ചെടുക്കണം കേട്ടോ. അതിപ്പോൾ ഈ ബുക്ക് സൈറ്റ് തന്നെ വാങ്ങിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത്, സമഗ്രയിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാട്ടോ ഫസ്റ്റ് കാണുന്ന ബുക്കേ, പ്രാക്ടീസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൽ ഞാനിപ്പോൾ കുറച്ചേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നോക്കിയിട്ട് റിവ്യൂ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു തുടക്കക്കാർക്ക്, ഒരു ബിഗിനർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ അത്രയും കാര്യങ്ങൾ തന്നെ കേട്ടോ ഇതിലുള്ളൂ. പ്ലസ് SCERT കൂടി പഠിക്കുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലെത്തി വേഗം തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അത്രയും നല്ലൊരു റാങ്ക് ഫയലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോയിട്ടാ, SCERT ഇല്ലേ, അത് ഇതിൽ ന്യൂ SCERT ഇൻക്ലൂഡഡ് ആണ് ഫാക്സ്, പക്ഷെ ഫുൾ ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് SCERT ഒരു റാങ്ക് ഫയൽ വാങ്ങിയിട്ടോ, SCERTയുടെ മാത്രമായിട്ടുള്ളത് വാങ്ങിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടോ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ കൂടി പഠിക്കണേ. എങ്കിലാണ് നമ്മൾ അത് ഫുള്ളായിട്ട് കവർ ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു നല്ല വീഡിയോ ആയിട്ട്. ബൈ.